പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു 4 മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റിയ അളവിലുള്ള ഒരു ഫ്രോക്കാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 മീറ്റർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു മെറ്റീരിയൽ 2 പീസായിട്ടാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിൽ ഫ്രണ്ട് പാർട്ടിൽ പ്ലീറ്റ്സ് ഒക്കെ വരുന്നുണ്ട്, ബാക്കിൽ എലൈൻ മോഡലിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്, ഫ്രണ്ടും ബാക്കും. അപ്പോൾ ആദ്യം നമുക്ക് ബാക്ക് ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടി ഒരു പീസ് ക്ലോത്ത് ഇതുപോലെ രണ്ടായി മടക്കിയിട്ടിട്ടുണ്ട്. ഷോൾഡർ 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ടോട്ടൽ ഷോൾഡർ 10 ഇഞ്ചാണ്, അതിൻ്റെ ഹാഫ്. പിന്നെ ആം ഹോളും 5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് രണ്ടും കൂടി ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ടോട്ടൽ ചെസ്റ്റ് റൗണ്ട് 24ആണ്. അതിൻ്റെ 4 ഭാഗമാണ് എടുക്കേണ്ടത്. അപ്പോൾ 6 ഇഞ്ച് വരും. അതിൻ്റെ കൂടെ ഞാൻ ഒരു 1/2 ഇഞ്ച് ലൂസും കൊടുക്കുന്നുണ്ട്, 1.5 ഇഞ്ച് സീം അലവൻസും കൊടുക്കുന്നുണ്ട്. അത് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. വേസ്റ്റ് ലെങ്ത്ത് 10 ഇഞ്ചാണ് വരുന്നത്. അത് ഞാനിവിടെ മാർക്ക് ചെയ്തു. വേസ്റ്റ് റൗണ്ട് 22 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം 5.5 വരും. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതാ വേസ്റ്റ് ലൈനും ചെസ്റ്റ് ലൈനും കൂടി ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ഇനി വേസ്റ്റിൻ്റെ അവിടുന്ന് താഴത്തോട്ടേക്ക് ഇതുപോലെ ഞാനൊന്ന് ചെരിച്ച് വരച്ചെടുക്കുന്നുണ്ട്. എ ലൈൻ മോഡലിലാണ് നമ്മൾ ബാക്ക് പാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചെടുക്കുന്നത്. അതിനുശേഷം നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഞാൻ 2.5 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. അതും കൂടി ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒരു ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് 1/2 ഇഞ്ചിൽ. അതിന് ശേഷം നമുക്ക് ആം ഹോൾ ഇതുപോലെ കർവ് സ്കെയിൽ വെച്ചിട്ട് ഒന്ന് വരച്ചെടുക്കാം. ഈ ഒരു ഫ്രോക്കിൻ്റെ ഫുൾ ലെങ്ത്ത് 24 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ 25.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഫുൾ ലെങ്ത്ത് നിങ്ങൾ ആദ്യം തന്നെ മാർക്ക് ചെയ്യണം കേട്ടോ, ഞാനത് മാർക്ക് ചെയ്യാൻ വിട്ടുപോയതാണ്, സോറി. അപ്പോൾ ഇതുപോലെ 25.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു കോർണർ ഞാൻ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഉണ്ടാവുക. ഇനി ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ പീസ് ക്ലോത്ത് ഇതുപോലെ രണ്ടായി മടക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഇടാൻ വേണ്ടി കുറച്ച് എക്സ്ട്രാ ക്ലോത്ത് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ആ മടക്ക് വശത്തു നിന്ന് റൈറ്റിലോട്ടേക്ക് ഞാനൊരു 3.5 ഇഞ്ചിലൊരു മാർക്കിങ് കൊടുക്കുന്നുണ്ട്. അത് താഴെ വരെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഈ ഒരു ലൈനിൻ്റെ, അതായത് 3.5 ഇഞ്ചാണ്, അതിനുശേഷം ഈ ഒരു ലൈനിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ബാക്ക് പാർട്ട് ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലുള്ള മാർക്കിംഗ് എല്ലാം നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ കോർണറിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്, അത് കുഴപ്പമില്ല, നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കത് അഡ്ജസ്റ്റായി പോയിക്കോളും. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കിതുപോലെ ബാക്ക് പാർട്ടിൻ്റെ ആ ഒരു പോർഷൻസ് എല്ലാം ഫ്രണ്ട് പാർട്ടിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ബാക്ക് പാർട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഈ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൽ ഫ്രണ്ട് നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഷോൾഡർ 2.5 ഇഞ്ചാണ്, അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ഞാൻ 3 ഇഞ്ചാണ് എടുക്കുന്നത്. അതും കൂടി മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. അതിന് ശേഷം ഫ്രണ്ട് നെക്കിന് ഞാൻ യു ഷേപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ കർവ് സ്കെയിൽ വെച്ചിട്ട് യു ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ആ ലൈൻ നമുക്ക് ഇങ്ങോട്ടേക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കാം, ആ പ്ലീറ്റ്സ് ഇടേണ്ട ഭാഗത്തേക്ക്. എന്നിട്ട് നമുക്ക് ആ നെക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഞാൻ ഇതൊന്ന് നിവർത്തിയിടുന്നുണ്ട്. നിവർത്തിയിട്ട് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാവും. ഇനി നമുക്ക് ഈ എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന ആ ഒരു ഭാഗമില്ല, നമുക്ക് 3.5 ഇഞ്ച് വന്നിട്ടുണ്ടായിരുന്നു ഒരു സൈഡിൽ. ഇപ്പോൾ 2 സൈഡിലും കൂടി ആകുമ്പോൾ നമുക്കൊരു 7 ഇഞ്ചോളം കിട്ടും. അപ്പോൾ ആ ഒരു പാർട്ടിൽ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് ഒന്ന് പിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ പ്ലീറ്റ്സാണ് ഇട്ട് കൊടുക്കുന്നത്. പ്ലീറ്റ്സ് വേണ്ട, വെറുതെ ചുരുക്ക് മതിയെങ്കിൽ നിങ്ങൾ ആ ഒരു ഭാഗത്ത് ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ആ നൂലൊന്ന് പതുക്കെ വലിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അവിടെ ചുരുക്ക് കിട്ടും. ഞാനിപ്പോൾ ഇത് നല്ല സ്റ്റിഫായി നിൽക്കുന്ന തുണിയായതുകൊണ്ട് പ്ലീറ്റ്സ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടിട്ട് ഞാനൊന്ന് പിൻ ചെയ്തെടുക്കുന്നുണ്ട്.
അതിന് ശേഷം ദാ ബാക്ക് നെക്ക് ഞാൻ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ദാ നമ്മളെ ബാക്ക് പീസ് റെഡിയായി. ഇനി നമ്മൾ നേരത്തെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത ഫ്രണ്ട് പീസിൻ്റെ മുകളിൽ ഇതൊന്ന് വെച്ച് നോക്കുക. അപ്പോൾ രണ്ടിൻ്റെ അളവ് കറക്റ്റായി വരണമല്ലോ. അപ്പോൾ അത് കറക്റ്റായി വരുന്ന അത്രയും നമുക്ക് പ്ലീറ്റ്സ് ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ രണ്ടിൻ്റെയും നെക്ക് വിഡ്ത്തും ഇതൊക്കെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ആ രീതിയിൽ പ്ലീറ്റ്സ് രണ്ട് സൈഡിലും എക്സ്ട്രാ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് പിൻ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിതുപോലെ പ്ലീറ്റ്സ് ഇട്ടിട്ട് പിൻ ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ ബാക്ക് പാർട്ട് ഒന്ന് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അപ്പോൾ രണ്ടും കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പ്ലീറ്റ്സ് കറക്റ്റാക്കി വെച്ച് ഒന്ന് അയൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു പ്ലീറ്റ്സ് ഇട്ട ഭാഗം ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും അതും ബാക്കും ഫ്രണ്ടൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ അതെല്ലാം ഇളകിപ്പോവും. അപ്പോൾ ആദ്യം ജസ്റ്റ് ഇവിടെ പിന്ന് മാറ്റിയിട്ട് ഞാൻ ഇതുപോലെ ആ പ്ലീറ്റ്സിന് മാത്രം ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിൽ ഇതിന് ഞാൻ ചെറിയൊരു ഓപ്പണിങ് കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ബാക്ക് പാർട്ടിൻ്റെ സെൻറ്ററിലായിട്ട് അതായത് ഇതുപോലെ ഞാനൊരു 3 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അത്രയും ഭാഗത്താണ് ഓപ്പണിങ് കൊടുക്കുന്നത്. ഇനി ആ ഒരു ഭാഗം ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒരു ക്ലോത്ത് പീസ് എടുത്തിട്ടുണ്ട്. 5.5 ഇഞ്ച് വിഡ്ത്തും 6 ഇഞ്ച് ലെങ്ത്തുമാണ് ഇതിനുള്ളത്. അതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മടക്കി അടിക്കുന്നുണ്ട്. രണ്ട് സൈഡും അതുപോലെ താഴത്തെ ഭാഗവും. അപ്പോൾ അത് ഞാൻ ഇതുപോലെ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്ത് ഈ ഒരു നമ്മളിപ്പം റെഡിയാക്കി വെച്ച ഈ പീസ് ഇതുപോലെ വെക്കുക. എന്നിട്ട് നമുക്കൊന്ന് ആ 3 ഇഞ്ച് ഇവിടെയും കൂടി മാർക്ക് ചെയ്യാം. എന്നിട്ട് ഒന്ന് പിൻ ചെയ്തെടുക്കാം. പിൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വരച്ച ആ ലൈനിൻ്റെ സൈഡിൽ കൂടി നമുക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. താഴെ ഒരു ചെറിയ വി ഷേപ്പിലാണ് വരേണ്ടത്. എന്നിട്ട് ആ ഒരു കോർണറിൽ സൂചി കുത്തി നിർത്തിയിട്ട് തിരിച്ചിപ്പുറത്തോട്ടേക്കും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീഡിയോയിൽ കാണുന്ന രീതിയിൽ. ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഗ്യാപ്പിൽ വരുന്ന ആ ഒരു ചെറിയ ഭാഗത്ത് നമുക്കിതുപോലെ ഒരു കട്ടിട്ട് കൊടുക്കാം. കട്ടിടുമ്പം നമ്മളിപ്പം കൊടുത്ത സ്റ്റിച്ചിലൊന്നും മുട്ടിപ്പോകരുത്. എന്നിട്ട് തിരിച്ച് ഈ ഒരു പാർട്ട് നമുക്ക് ബാക്ക് സൈഡ് ഉള്ളിലേക്ക് ഇട്ടിട്ട് ആ ഒരു സൈഡിലേക്ക് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതവിടെ നല്ല നീറ്റായിട്ട് തന്നെ ഇരുന്നോളും. ഇനി നമ്മളെടുത്ത ഈ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്ത് നമ്മൾ റെഡിയാക്കി വെച്ച ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക. എന്നിട്ട് നമ്മൾ ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്തെടുക്കണം. ഒരു 1/2 ഇഞ്ചിൽ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നിവർത്തിയിടാം നമുക്ക്. ഇത് നിവർത്തിയിട്ട് കഴിയുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. ഇനി ഞാൻ ഇതിന് ചെറിയൊരു ഫ്രില്ല് വരുന്ന സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ അത് അളന്ന് നോക്കുമ്പോൾ എനിക്ക് 17 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്രില്ലുള്ള സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് 17 ഇഞ്ച് മാത്രം എടുത്താൽ പോരാ, കുറച്ചും കൂടി ലെങ്ത്തിൽ എടുക്കണം. അപ്പോൾ ഈ ഒരു ബാക്കി വന്ന പീസിൽ ഞാൻ ഇതുപോലെ 2 പീസ് ഉണ്ട്. അതിൽ ആദ്യം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ 20 ഇഞ്ചോളം ലെങ്ത്തിൽ ഈ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ 20 ഇഞ്ച് നമ്മൾ എടുക്കുന്നില്ലേ, അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 10 ഇഞ്ചിൽ അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ വെച്ച് ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ സ്ലീവിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് ഒരു 3 ഇഞ്ചോളം വിഡ്ത്ത് ഞാൻ എടുക്കുന്നുണ്ട്. 3.5 ഇഞ്ച് വിഡ്ത്ത് എടുക്കുന്നുണ്ട്. അത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു കർവ് സ്കെയിൽ വെച്ചിട്ട് ഞാൻ ആ ഒരു ഷേപ്പിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ ദാ ഇതുപോലെ 2 സ്ലീവ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ എൻഡ് ഭാഗത്ത് ദാ ഇതുപോലെ ആദ്യം ഒരു 1/4 ഇഞ്ചിൽ മടക്കുക, പിന്നെ ഒരു 1/4 ഇഞ്ചിലും കൂടി മടക്കിയിട്ട് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 സ്ലീവിലും അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതിൽ ചെറിയ ചുരുക്കിടാൻ വേണ്ടിയിട്ട് ഞാൻ മെഷീനിൽ ലോങ് സ്റ്റിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ സൈഡിലേക്ക് കൂടി ലോങ് സ്റ്റിച്ചൊന്ന് ഇട്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴത്തെ നൂല് ഇതാ ഇതുപോലെ പതുക്കെ വലിക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ചുരുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു സെൻറ്റർ ഭാഗത്ത് കുറച്ചധികം ചുരുക്ക് വരുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ചുരുക്ക് ഞാൻ സെൻറ്റർ ഭാഗത്തേക്ക് ഇതുപോലെ വലിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ആ ഡ്രസ്സിൻ്റെ സെൻറ്ററിൽ ഇത് വെച്ചിട്ട് ഒന്ന് 2 സൈഡിലേക്കും അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. കറക്റ്റ് അളവിൽ വരുന്നവരെ ആ ചുരുക്കം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതിന് ശേഷം നമുക്ക് സ്ലീവ് ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആ ഷോൾഡറിൻ്റെ സെൻറ്ററിലായിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ പോർഷൻ വെച്ചിട്ട് 2 സൈഡിലേക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ ആ ചുരുക്കമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആ നൂല് പതുക്കെ വലിച്ചിട്ട് കറക്റ്റ് അളവിലേക്ക് മാറ്റിയാൽ മതി. അത് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ കറക്റ്റ് അളവിലേക്ക് മാറ്റിയിട്ട് നമുക്ക് 2 സൈഡിലേക്കും സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 2 ഭാഗത്തെ സ്ലീവും ഞാൻ അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം കൂടി ഞാൻ ആ സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ 2 സൈഡിലും അതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ സ്ലീവ് 2 സൈഡിലും ഞാൻ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്യണം. അപ്പോൾ നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ക്രോസ് പീസ് ഇതാ കട്ട് ചെയ്യുന്നതിന് മുമ്പും വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ ഒരു സ്കെയിലിൻ്റെ വിഡ്ത്തിനനുസരിച്ചാണ് ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 2 ഇഞ്ച് വിഡ്ത്ത് വരുന്നുണ്ട്. ഇതുപോലെ 2ആയി മടക്കിയിട്ട് അതാ 2 ക്രോസ് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ക്രോസ് പീസ് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ ഒരു ആംഗിൾ ഭാഗം വരുന്നില്ല, അത് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ല ലെങ്ത്തിൽ ഇതുപോലെ ക്രോസ് പീസ് കിട്ടും. അതിന് ശേഷം അതിൻ്റെ സൈഡിൽ ഇതുപോലെ നമുക്ക് സെൻറ്ററിലേക്ക് കൂടെ ഒന്ന് മടക്കിയിട്ട് സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം നമുക്ക്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഈ നെക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് നോക്കാം. അപ്പോൾ നെക്കിൻ്റെ ഈ പോർഷനിൽ വെച്ചിട്ട് ഈ ഒരു ഭാഗം കുറച്ച് ഉള്ളിലേക്കൊന്ന് മടക്കി വെക്കണം. അതിന് ശേഷം ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. മറ്റേ എൻഡിലെത്തുമ്പോഴും അതേപോലെ മടക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്. ഇതുപോലെ മടക്കി വെച്ചിട്ട് നമുക്കൊരു 1/4 ഇഞ്ചിൽ ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മറ്റേ എൻഡിലെത്തുമ്പോഴും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗം ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇനി ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ആ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി മെയിൻ ക്ലോത്തിൽ കൊള്ളാതെ നമുക്കിതുപോലെ ഒന്നും കൂടി ഒരു റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പീസ് ഉണ്ടല്ലോ അത് ഈസി ആയിട്ട് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പും കൂടി ചെയ്യുന്നത്.
അപ്പോൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതാ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ചുറ്റും. ദാ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെക്കുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നെക്ക് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. അത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഈ നെക്കിൻ്റെ ഭാഗത്ത് ഈ ഒരു ലേസും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ലേസും ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ജസ്റ്റ് ആ ലേസ് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇത് ലേസും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രോക്ക് ഈ ഒരു ഭാഗം നമുക്ക് കൈവച്ചിട്ട് ഹെമ്മിങ് ചെയ്തെടുക്കാം. പിന്നെ ഒരു ഹുക്കും മൈയും കൂടി അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ ഡ്രസ്സ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ സൈഡൊക്കെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ കൊടുത്ത സീം അലവൻസ് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വേസ്റ്റ് വരെയുള്ള ഭാഗത്ത് 1.5 ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തിരുന്നത്. അത് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതുപോലെ ആ ഷേപ്പിലൊന്ന് വരച്ചെടുക്കാം. ആ വേസ്റ്റ് കഴിഞ്ഞിട്ട് താഴത്തെ ഭാഗത്തോട്ടേക്ക് നമ്മൾ 1/2 ഇഞ്ച് മാത്രം ഗ്യാപ്പ് കൊടുത്താൽ മതി. എന്നിട്ട് ആ വരച്ച ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സൈഡിലും അതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ അത് 2 സൈഡ് ഞാൻ ഇതുപോലെ ലൈൻ വരച്ചിട്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫ്രോക്കിൻ്റെ താഴത്തെ ഭാഗം ജസ്റ്റ് ഇതുപോലെ ആദ്യം ഒരു 1/2 ഇഞ്ചിൽ മടക്കി പിന്നെ വീണ്ടും 1/2 ഇഞ്ചിൽ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. ഇട്ട് കഴിയുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.